രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനു വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ചാണക്യന്റെ ഈ വാക്കുകൾ വളരെ അർത്ഥമുള്ളതാണ്. ജീവിതത്തിൽ മറ്റൊരാളെ കേൾക്കാനും സമാധാനം കാത്തു സൂക്ഷിക്കാനും നമുക്കാവണം. നയം ലോകത്തെ മുഴുവൻ അന്ധതയിലേക്ക് മാത്രമേ നയിക്കൂ. മഹാത്മാഗാന്ധി. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമല്ല, അത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമാണ്. APJ അബ്ദുൽ കലാം. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താ? റേഡിയോ ആക്റ്റീവ് മൂലം. അണുബോംബ് ആക്രമണം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? നാഗസാക്കി ദിനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക ബോംബുകൾ വർഷിച്ചു. ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നീ ബോംബുകൾ ലക്ഷക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊന്നൊടുക്കി. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലെ ലിറ്റിൽ ബോയ് എന്ന ഓമന പേരുള്ള ആറ്റം ബോംബ് മനുഷ്യകുലത്തിന് നേരെ വർഷിച്ചു. ഭീകരതയുടെ ഞെടുക്കം മാറും മുമ്പേ വീണ്ടും ജപ്പാനിലെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ബോംബ് വർഷണം നടന്നു. സമാധാനം, സ്നേഹം, സഹിഷ്ണുത, പരസ്പര ബഹുമാനം എന്നിവ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും പരിഹരിക്കാൻ പരിശ്രമിക്കും. ആണവായുധങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും എതിർക്കുകയും മനുഷ്യന്റെ ജീവന്റെ മഹത്വം സംരക്ഷിക്കാനും ലോകം സമാധാനത്തിനായി പ്രവർത്തിക്കാനും ശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ആയുധം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് പരസ്പര സ്നേഹം. സമാധാനമാണ് ലോകത്തിന്റെ യഥാർത്ഥ വിജയം. എല്ലാവർക്കും യുദ്ധവിരുദ്ധ ദിന ആശംസകൾ. നമ്മുടെ ഇന്ന് ഓഗസ്റ്റ് 6 അല്ലേ? ആണോ? ആ, നമ്മുടെ അടുത്തല്ലാത്ത ഒരു സ്ഥലത്ത് 2 വലിയ ബോംബുകളിൽ ഒന്ന് പൊട്ടിയ ദിവസമാണ്. ഒരെണ്ണം 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഒരു ദ്വീപായ ഹിരോഷിമ. രണ്ടാമത്തത് 2 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 അതിൻ്റെ തൊട്ടടുത്ത മറ്റൊരു ദ്വീപായിട്ടുള്ള നാഗസാക്കി. അല്ലേ? ആണല്ലോ. അപ്പോൾ അതിൻ്റെ പേര്, വിമാനത്തിൻ്റെ പേര്, ബോംബിൻ്റെ പേര്, ആ ബോംബിൽ ഉപയോഗിച്ച എന്താണ് പറയുന്നത്, ഇട്ട സ്ഥലത്തുണ്ടായിരുന്ന ആൾക്കാരും ആ ബോംബിൻ്റെ മാരകമായ പ്രഹരശേഷിയിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് ജീവിച്ചവരുമാണ്. മരിച്ചില്ല, ഏതാണ്ടൊക്കെ മരിച്ചതിന് തുല്യമായി ജീവക്ഷമം എന്ന് നമ്മൾ പറയും. അങ്ങനെ ജീവിച്ച ആൾക്കാരെയാണ് എന്ത് വിളിക്കുക? ഹിബാക്കുഷുകളെന്ന് വിളിക്കുക. അങ്ങനെ ഒരു ഹിബാക്കുഷായിരുന്നു സഡാക്കോ സസാക്കി എന്ന് പറയുന്ന പെൺകുട്ടി. 1945 ബോംബ് വീഴുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് 2 വയസ്സേ പ്രായമുള്ളൂ. 2 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ഈ ബോംബിൽ നിന്നുള്ള അണുവികിരണങ്ങളൊക്കെ ഏറ്റുകൊണ്ട് ഇവർക്ക് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 5-6 വയസ്സായപ്പോൾ മുതൽ ഹോസ്പിറ്റലിൽ ആണ്, സ്കൂളിലും ഒപ്പം തന്നെ വലിയ ചികിത്സയിലുമാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളിനി കുറച്ച് നാളുകൂടെ ജീവിക്കുകയുള്ളൂ, കാരണം അത്രമാത്രം നിങ്ങളുടെ ശരീരത്തിൽ അണുവികിരണം, ഈ ബോംബിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോൾ ഉണ്ടായ അണുവികിരണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരൊരു കാര്യം പറഞ്ഞു കൊടുത്തു. എടീ, നീ ഞങ്ങളുടെ കൂട്ടുകാരിയാണ്, നീ മരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണമെന്നറിയാമോ? പേപ്പർ കൊണ്ട് 1000 കൊക്കുകളെ ഉണ്ടാക്കണം.
ഇപ്പോൾ പേപ്പർ മടക്കി നമ്മൾ പല രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ. പേപ്പർ കഷ്ണം മടക്കി അല്ലേ പൂക്കൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷികൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു പക്ഷിയാണ് സടാ.